നമ്മൾ വല്ലറ്റ സെൻറ്ററിലൂടെ ഒരു വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒരു ഉച്ച സമയമാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുകയാണ്, സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിറയെ ടൂറിസ്റ്റുകൾ എല്ലാ ഏരിയയിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കാണുന്ന പോലെ തന്നെ എല്ലാ ഏരിയയിലും ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് നടക്കുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാടുള്ള കുറച്ച് റെസ്റ്റോറൻറ്റ് ഭാഗങ്ങൾ, പിന്നെ അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മാൾട്ടയിലെ സെൻട്രൽ, അതായത് വല്ലൈറ്റയിലേക്ക് വന്നിരിക്കുകയാണ്. വല്ലൈറ്റയുടെ ഉള്ളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് നടന്ന് ഇവിടുത്തെ കുറേ അധികം കാര്യങ്ങളാണ് കേട്ടോ നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത്. നമുക്കിങ്ങനെ പെയ്യെ ഓരോന്നായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ വലിയ തിരക്കില്ലാത്തൊരു സമയമാണ് ഈ ഒരു സമയം. അതായത് ഒരു ഉച്ച സമയമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഇവിടെ മാത്രമുള്ള തിരക്കില്ലാതെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്തോരം തിരക്കവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് ബിൽഡിങ്സിലൊക്കെ ഇങ്ങനെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഒരു മെറ്റൽ വെച്ചിട്ട് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിനും ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല രസമായിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമുക്ക് ഇവിടെ മുമ്പിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇത് അവരുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതിന്റെ മെനു ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ. നമ്മൾ മാൾട്ടയിലെ ബാക്കിയുള്ള ഏരിയകളിലേക്ക് കുറച്ചും കൂടെയുള്ള വില്ലേജ് ഏരിയകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് വരില്ല. പക്ഷെ ഇവിടെ നല്ല ഈവൻ ഫുഡിനാണെങ്കിലും ക്ലോത്തിനാണെങ്കിലും ഒക്കെ നല്ല എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ. കാര്യം ഇത് ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പം നമ്മൾ അതുവഴി ഇങ്ങനെ പതിയെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പതിയെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് സുവനീർ ഷോപ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയുള്ള ഒരുപാട് അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാൾട്ടയിലെ ഓരോരോ സെലിബ്രേഷൻ നമുക്ക് ഫെസ്റ്റ് എന്ന് പറയും, ഫീസ്റ്റ എന്ന് പറയും, ഫിയസ്റ്റ. അപ്പോൾ ഈ ഫിയസ്റ്റയുടെ നമ്മൾ ഇംഗ്ലീഷ് ഫോം വരുമ്പോഴത്തേന് ഫെസ്റ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പൊതുവെ ഇവിടെയുള്ള ആളുകളാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസ്റ്റ് ആണ് കേട്ടോ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഈ മേളിൽ കാണുന്നത് മുഴുവൻ. അപ്പോൾ ഈ റോഡിൻ്റെ ഇതൊരു സ്ട്രീറ്റ് ആണ്. ഈ ഉള്ളിലേക്ക് ഒരുപാട് വണ്ടികൾ നമ്മൾ കാണത്തില്ല. കാറോ ബൈക്കോ ഒന്നും കാണില്ല. ചെറിയ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് മാത്രമേ നമുക്ക് ഇതിനകത്തൂടെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നിറയെ ആളുകളാണ്. ഒരു കടൽ പോലെ സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്കിവിടെ നോക്കുമ്പോഴത്തേനും കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ എപ്പം വന്നാലും ഈ വല്ലറ്റ സെൻറ്ററിലേക്ക് എപ്പം വന്നാലും ഈ ഒരു കാഴ്ചകളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട്, എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ആളുകൾ നടന്നു പോകുന്ന ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇവിടെ നമുക്ക് മദർ മേരിയുടെ ഒരു സ്റ്റാച്ചു നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റാച്യൂസ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മുടെ റോഡിൻ്റെ രണ്ട് വശത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മൾ പതിയെ നമ്മളിങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ്. ടൂറിസ്റ്റുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ്, ഇവരെ ഫ്രാൻസിൽ നിന്ന് വരും, ജർമ്മനിയിൽ നിന്ന് വരും. അതായത് ഷെങ്കൻ കൺട്രികളുണ്ടല്ലോ, എല്ലാ തരത്തിലുള്ള ഷെങ്കൻ കൺട്രീസിൽ നിന്നും ആളുകൾ ഈ ഒരു സമയത്ത് നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സമയത്താണെങ്കിലും. അപ്പോൾ ഈ സമ്മർ ടൈമിൽ എല്ലാവരും കൂടെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു മാൾട്ട എന്ന് പറയുന്നത്. കാര്യം ഇതൊരു ഒരുപാട് ബീച്ചുകളുള്ള, ഇങ്ങനത്തെ ഒരുപാട് സ്ട്രീറ്റുകളുള്ള കുറേ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അങ്ങനെയുള്ള ഒരു ഏരിയയാണ് മാൾട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് കൃത്യം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും മദർ മേരിയുടെ ഒരുപാട് സ്റ്റാച്യൂസ്, ഏഞ്ചൽസിൻ്റെ സ്റ്റാച്യൂസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി വരും കേട്ടോ. നമ്മൾ അതിനെയൊക്കെ പിന്നിട്ടുകൊണ്ടാണ് ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്, എല്ലാ ഏരിയകളിലും റെസ്റ്റോറൻറ്റ്സ് ആണ്. റെസ്റ്റോറൻറ്റുകളുടെ ഉള്ളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ എല്ലാ ആളുകളും പുറത്തേക്ക് വന്നിട്ട് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇഷ്ടം അതായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു കുട ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് താഴെ കുറേ ചെയറുകളും ടേബിളുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ പൊതുവെ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മൾ ഇപ്പം നമ്മളൊന്ന് പാസ് ചെയ്ത് കണ്ടില്ല, അത് ഇവിടുത്തെ കഴിഞ്ഞിടയ്ക്ക് എലക്ട് ചെയ്ത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി അല്ലേ, ഇവിടുത്തെ മാൾട്ടയിലെ ആ ഒരു പ്രധാനമന്ത്രിയാണ് കേട്ടോ കണ്ട ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ സ്ട്രീറ്റുകളിലൂടെ എല്ലാം നിറയെ ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ചില ഏരിയകൾ വരുമ്പോഴത്തേനും കുറച്ച് ആളുകൾ കുറഞ്ഞ പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അതായത് ആ ഒരു സ്ട്രീറ്റിന്റെ വലിപ്പം കൂടുമ്പോൾ ആളുകളുടെ എണ്ണം കുറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ് കേട്ടോ. ശരിക്കും ആളുകളുടെ എണ്ണം കുറയുന്നില്ല കേട്ടോ. സുവനീർ ഷോപ്സ് നമുക്ക് എല്ലായിടത്തും കാണാൻ വേണ്ടി പറ്റും. നമ്മൾ അതെല്ലാം പിന്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. കാര്യം നല്ലതായിട്ട് ചൂട് കൂടി വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറങ്ങി നമുക്ക് ഇവിടെ തിരിച്ചു വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെന്ത് കരിഞ്ഞു പോകും. അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഫെസ്റ്റിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ ഈ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഫ്ലാഗ്സ് ഉണ്ട്. ഈ ഫ്ലാഗ്സിനൊക്കെ നല്ല പൊക്കാണ്. അപ്പോൾ ഈ ഫ്ലാഗ്സിന് അറേഞ്ച്മെന്റ് ഇവർ കൊടുത്തിരിക്കുന്നത് ഒരു റെഡും ഒരു ഇടയ്ക്കൊരു ബ്ലൂ പിന്നെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു ചൈനയിൽ നമ്മളൊരു ചൈനീസ് സിനിമകളൊക്കെ കാണുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ ഈ ജാക്കി ചാൻ്റെ പടമൊക്കെ കാണുമ്പോഴത്തേനും അതിനകത്ത് കുറേ അറേഞ്ച്മെന്റ് ഒക്കെ കാണില്ലേ എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. ഒരു ചൈനീസ് മൂവിയിലൂടെ നടക്കുന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നൈസായിട്ട് കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു അറേഞ്ച്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള കൾച്ചേഴ്സിനെയും അഡ്മയർ ചെയ്യുന്ന ഒരു നാടാണ് കേട്ടോ മാൾട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇടവഴിയിലൂടെ കയറിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ നേരെ പോയി ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഒരു സർക്കിൾ പോലെയാണ്, ചതുരം പോലെയാണ്. അപ്പോൾ ആ ഒരു ചതുരം ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നേരെ തിരിച്ചു വരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇടവഴിയിലൂടെ കയറി ഇങ്ങനെ അങ്ങ് നടക്കാം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, റെസ്റ്റോറൻറ്റുകളുടെ ഉള്ളിലൊന്നും ആരുമില്ല. അകത്താരെങ്കിലും ചെയർ ഇട്ടുണ്ടെങ്കിൽ ആ ചെയറും കൂടെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറക്കാനേ ഇവിടെയുള്ള ആളുകൾ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ആളുകളെ കണ്ട് ഒരുമിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അകത്തിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ കൂടുതൽ. പക്ഷേ നമ്മൾ കൊച്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ കൊച്ചിയിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്കണ്ടല്ല ഇങ്ങനെ ഒരു സംഭവങ്ങൾ കണ്ടു കേട്ടോ. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്രങ്ങൾ, മഗ്ഗുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കാണുമ്പോഴേ അതിനകത്തൊന്ന് ചോറിട്ട് ഒന്ന് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി നമുക്കൊന്ന് തോന്നുന്ന രീതിക്കുള്ള കുറേ മഗ്ഗുകളും കുറേ പാത്രങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ഉള്ളൂ ഇത് ഓപ്പണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ക്ലോസ് ആണ് കേട്ടോ. അപ്പം നമ്മളിത് പതിയെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു താഴേക്ക് ഇങ്ങനെ ഒരു ചെരിവ് കാണാൻ വേണ്ടി പറ്റും. ഈ ചെരിവ് ഇറങ്ങി നേരെ നമുക്ക് താഴേക്ക് ചെല്ലുകയാണെങ്കിൽ അതൊരു ബീച്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബീച്ചിന് നേരെ മുകളിലായിട്ടാണ് നമ്മളിരിക്കുന്നത്. വല്ലേറ്റ എന്ന് പറഞ്ഞൊരു പോർട്ട് ഭാഗമാണ്, ഒരു തുറമുഖ ഭാഗമാണ്. അപ്പോൾ ആ തുറമുഖത്തിലേക്ക് ആ ഒരു പോർട്ടിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ആ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ പോർട്ടിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഉറപ്പായിട്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. മാൾട്ടയുമായിട്ട് ബന്ധപ്പെടുന്ന കുറേയധികം വീഡിയോസ്, പിന്നെ നമ്മൾ കുറേയധികം യൂറോപ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്യുന്ന വീഡിയോസും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസ് ചാനലിൽ ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിതാ ഈ ഒരു ഇടവഴിയിലൂടെ നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തന്നെ പോർട്ട് ഏരിയയ്ക്കുള്ള ചെരിവായതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് ചേരിട്ട് ഇരിക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യും, ഒരു വുഡ് താഴെ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ചെയറിൻ്റെ കാലുണ്ടല്ലോ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആളുകൾ നേരെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഫീൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ മുന്നിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാട് മാല, കമ്മല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒന്നും ഒരാളും നമ്മളെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഒന്നിനോ ഒരാൾ പോലും ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുക, അകത്തേക്ക്. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന നാടാണെന്ന് നോക്കണേ. സെക്യൂരിറ്റി ക്യാമറാസ് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ടെങ്കിലും ഓരോന്നൊക്കെ കളവ് പോകുന്നൊരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യമില്ല ഇവിടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം എടുത്ത് നമ്മൾ കടയ്ക്കുള്ളിലേക്ക് പോവുക, നമ്മൾ വാങ്ങിക്കുക. ഇതേ അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ എന്നെ തന്നെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പതിയെ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഒരു പ്രത്യേകതരം ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതായത് പുറത്തേക്ക് ചെയറിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ പോലും ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഒരു ചെയറിനും ആ ഒരു കുടയുടെ നിറത്തിനും സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാന്റും അതിരിക്കുന്ന രീതി, നല്ല വീതിയുള്ള ഒരു ഭാഗത്തിൻ്റെ സെൻട്രലുള്ളൊരു രീതി ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും ഇവിടെ ഒരുപാട് സുവനീർ ഷോപ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് കമ്മലുകൾ, തൊപ്പികൾ, പിന്നെ ബാഗുകൾ, ചെറിയ ബ്രേസ്ലെറ്റ്സുകൾ, പിന്നെ ഈ മാൾട്ടയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഫോട്ടോസ്, പിക്ചേഴ്സ് ഒക്കെ ഒന്ന് വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ. എല്ലാത്തിലും അതിൻ്റെ പ്രൈസും അതിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിതാ നടന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ആദ്യം കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് വരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നടന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ ഈ ഫിഫ 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഈവനിങ്ങിൽ ഇവിടെ ഷോ ഉണ്ട്. അതായത് ഫിഫ ലൈവായിട്ട് ഇവിടെ കാണിക്കും എന്നുള്ള എൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് കേട്ടോ നമ്മളിപ്പം കുറച്ചൊന്ന്
പാസ് ചെയ്ത് പോയത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലെ വല്ലറ്റ ഏരിയയിലെ ഏറ്റവും വലിയ സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഒരു വലിയൊരു മൈതാനം പോലുള്ള ഏരിയയാണ്. ഈ ഏരിയയിൽ മുഴുവൻ ഇങ്ങനെയുള്ള കുറേ അധികം സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒറ്റ റെസ്റ്റോറൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരും പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന ആളുകളുണ്ടോ, അങ്ങ് അകലിരുന്ന് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. എല്ലാ ഏരിയയിലും ആളുകൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നു, ഡ്രിങ്ക്സ് എക്സ്പ്ലോർ ചെയ്യുന്നു, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ നമ്മളിവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. വിവിധ തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹോളിഡേയ്സ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഒരു ഹോളിഡേ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഉറപ്പായിട്ടും ഒരു ഒരു നമ്മൾ എന്താ പറയുക, ഏറ്റവും അധികം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ അവർ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, പബ്ബുകൾ, ബാറുകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടോ ഈ റെസ്റ്റോറൻറ്റ് വലിപ്പം കണ്ട നല്ല ഏരിയയിൽ ഇങ്ങനെ വ്യാപിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേന് ആ ഒരു റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരുപാട് സുവനീർ ഷോപ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന ആളുകൾ, വയറൊക്കെ നിറഞ്ഞിങ്ങനെ വരുന്ന ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ തോന്നുമായിരിക്കാമല്ലോ. അപ്പോൾ അവരൊക്കെ അത് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്നത് ഒരു സ്ട്രിങ് ആണ് കേട്ടോ. ആ ഒരു സ്ട്രിങ് അവരിങ്ങനെ സ്ട്രെച്ച്, ആ ഒരു ആളുണ്ടല്ലോ, ഈ പുള്ളി ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മളെന്താണോ പേര്, നമ്മുടെ പേരെന്താണോ ആ പേര് പറഞ്ഞിട്ട് അതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ കയ്യിൽ തരും കേട്ടോ. അത് രസമായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഐറിസ് ഫോട്ടോഗ്രാഫി എന്ന് പറയും. അത് നമ്മൾ ഡൊണേറ്റ് ചെയ്താൽ മാത്രം മതി, പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കണ്ട. അത് നമ്മുടെ ഐറിസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും കേട്ടോ. നമ്മൾ അതിന് ടിപ്പ് മാത്രം കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവിടെ വരുന്ന പിക്കൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ മുഴുവൻ കാഴ്ചകൾ. നമ്മളിന്ന് ഒരുപാട് കാഴ്ചകളിലേക്ക് നമ്മളിന്ന് പോയി. മാൾട്ടയുമായിട്ട് ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ യൂറോപ്പായിട്ട് ബന്ധപ്പെടുന്ന, പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളെ പറ്റി നമ്മൾ പറയുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പം മറ്റു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.